അങ്ങനെ ഗുജറാത്തിനെതിരായ മത്സരത്തിനും രാജസ്ഥാൻ റോയൽസ് അന്തസ്സായി അങ്ങ് പൊട്ടിയിട്ടുണ്ട്. 2024 എത്ര മികച്ച ടീമായിരുന്നു. ഒരു മെഗാതേരം വരുത്തിവെച്ച വിനയ്. അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് നല്ല താരങ്ങളെ നിലനിർത്തിയില്ല. എന്നാൽ വിളിച്ചെടുത്ത താരങ്ങളാകട്ടെ ഒരു ടീമിന് ഉതകുന്നതുമായിരുന്നില്ല. മാനേജ്മെൻറ്റിൻ്റെ കുഴപ്പം തന്നെയാണ്. ഒരു കോർഡിനേഷൻ ഇല്ലാത്തൊരു ടീമിനെ സെറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ഇങ്ങനെ തോൽക്കാതിരിക്കാൻ എന്ത് ചെയ്യും? മത്സരത്തിൽ രാജസ്ഥാന്, അതായത് നമ്മുടെ സഞ്ജു സാംസന് ടോസ് കിട്ടി. ബാറ്റിംഗ് എടുക്കുകയായിരുന്നു ഉചിതമെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അദ്ദേഹം ബൗളിങ്ങിലേക്ക് പോയപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു തന്നെ പോയി. ആരുടെ തീരുമാനമായിരിക്കും എന്നറിയില്ല. ഒരു പക്ഷേ മണ്ടൻ മാനേജ്മെൻറ്റ് നേരത്തെ എടുത്ത തീരുമാനമായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, സീക്ക് സ്പോർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിയുമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണേ. ഒരു ടീം IPL എങ്ങനെ കളിക്കാൻ പാടില്ല എന്നത് ഇന്ന് സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസ് തെളിയിച്ചു. അങ്ങനെ സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിച്ച് ശുഭ്മാൻ ഗില്ലിൻ്റെ ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് ടേബിളിൽ ഒന്നാമതെത്തുകയും ചെയ്തു. രാജസ്ഥാൻ റോയൽസിനെ 58 റൺസിനാണ് ഗുജറാത്ത് ടൈറ്റൻസ് തകർത്തത്. ബോളർമാരുടെ മിന്നും പ്രകടനവും സായ് സുദർശൻ്റെ 82 റൺസിൻ്റെ ബാറ്റിംഗ് മികവുമാണ് ഗുജറാത്തിനെ വിജയത്തിലേക്ക് നയിച്ചത്. സായ് സുദർശനെ കൂടാതെ ജോസ് ബട്ട്ലറും ഷാരൂഖ് ഖാൻ എന്നിവരും 36 റൺസ് നേടുകയുണ്ടായി. രാജസ്ഥാന് വേണ്ടി തുഷാർ ദേശ്പാണ്ഡെ, മഹേഷ് തീക്ഷ്ണ എന്നിവർ 2 വിക്കറ്റ് വീതം നേടി നല്ല അടിയും കിട്ടി. 20 ഓവറിൽ 6 വിക്കറ്റിൽ 217 റൺസാണ് ഗുജറാത്ത് നേടിയത്. മറുപടി ബാറ്റിംഗ് തകർച്ചയോടെ ആയിരുന്നു രാജസ്ഥാന്റെ തുടക്കം. യശസ്വി ജയ്സ്വാളും നിതീഷ് റാണയും നേരത്തെ തന്നെ കൂടാരം കയറി. സഞ്ജു സാംസൺ 41 റൺസ് എടുത്ത് പൊരുതിയപ്പോൾ ഹെറ്റ്മെയർ 52 റൺസുമായി രാജസ്ഥാന്റെ മാനം കാത്തു. റിയാൻ പരാഗും 26 റൺസ് നേടി ഒരു പോരാട്ടം തന്നെ കാഴ്ചവെച്ചു. ഗുജറാത്തിനായി പ്രസീദ് കൃഷ്ണ 3 വിക്കറ്റും റഷീദ് ഖാനും സായ് കിഷോറും ചേർന്ന് 2 വിക്കറ്റ് വീതം നേടി. രാജസ്ഥാൻ റോയൽസിൻ്റെ പോരാട്ടം 159 റൺസിൽ അവസാനിച്ചു എന്ന് വേണം പറയാൻ. ഏതായാലും മാനേജ്മെൻറ്റ് വരുത്തിയ വിന തന്നെയാണ്. മികച്ച ടീമുണ്ടായിട്ടും ആ ടീമിനെ വിട്ടുകൊടുത്ത് ടീമിൻ്റെ ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തി നിലനിർത്തേണ്ടവരെ നിർത്താതെയും വാങ്ങേണ്ടവരെ വാങ്ങാതെയും തോന്നിയ ടീമിനുണ്ടാക്കിയാൽ ഇതൊക്കെ തന്നെയായിരിക്കും ഫലം. അടുത്ത വീഡിയോയിൽ കാണാം.